കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം വർഷ BSc കോഴ്സിലെ കോമൺ കോഴ്സ് അറബിക്കിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട അഷുറൂഖ് എന്ന പുസ്തകം. ഇതിലെ പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പാഠം ആയാത്തുൻ ഫിൽ കൗനി, പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള ആയത്തുകൾ എന്ന ഹെഡിങ്ങിലുള്ള ഖുർആനിലെ ഒരു സൂറത്ത് റൂമിലെ ചില ആയത്തുകൾ നോക്കാം. വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഹലക്കക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു എന്നത്, മിൻ തുറാബിൻ, മണ്ണിൽ നിന്നും, സുമ്മ ഇതാ അൻതും ബശറും തൻതശറൂൻ, പിന്നെ നിങ്ങളിതാ ഭൂമിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യവർഗമായി തീർന്നിരിക്കുന്നു. പിന്നെ നിങ്ങൾ ഭൂമിയിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യവർഗമായി തീർന്നിരിക്കുന്നു. നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾ ഭൂമി മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖലക്കും മിൻ അംഫുസിക്കും അസ്വാജൻ, അവൻ നിങ്ങളിൽ നിന്നും തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലി തസ്കുനു ഇലൈഹ, നിങ്ങൾ അവരിലേക്ക് സമാധാനമടയാൻ വേണ്ടി, നിങ്ങൾ അവരുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി. സക്കന മീൻസ് ജീവിച്ചു. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മത്തൻ, അവൻ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിത്തരികയും ചെയ്തിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ, അതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ദൃഷ്ടാന്തമുണ്ട് ഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക്. വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖു സമാവാത്തി വല്ലർളി, ഭൂമിയുടെയും ആകാശങ്ങളുടെയും സൃഷ്ടിപ്പും, അതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വഖ്തിലാഫു അൽസിനത്തിക്കും, നിങ്ങളുടെ ഭാഷകളുടെ വ്യത്യസ്തതയും, അൽവാനിക്കും, നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ ഭാഷയും വർണ്ണങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ് മനുഷ്യരുടെ, അതും അതേപോലെ ഭൂമികളുടെ സൃഷ്ടിപ്പും ഒക്കെ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിൽ ആലിമീൻ, വിവരമുള്ളവർക്ക്, അറിവുള്ളവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. വമിൻ ആയാത്തിഹി മനാമുക്കും ബില്ലൈലി വന്നഹാരി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാവും പകലുമുള്ള നിങ്ങളുടെ ഉറക്കം. വബ്തിഗാഉക്കും മിൻ ഫളലിഹി, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്നുമുള്ള നിങ്ങളുടെ തേട്ടവും, നിങ്ങൾ അവനോട് നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നതും, അതും അള്ളാഹുവിൻ്റെ ആയത്തിൽപ്പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യസ്മഊൻ, കേൾക്കുന്നവർക്ക് അതിലും ദൃഷ്ടാന്തമുണ്ട്. വമിൻ ആയാത്തിഹി, അവൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് യുരീക്കുമുൽ ബർക്ക, നിങ്ങളെ അവൻ മിന്നൽ കാണിച്ചു തരുന്നു എന്നത്. ഖൗഫൻ, നിങ്ങൾക്ക് ഒരു പേടിപ്പെടുത്തുന്ന ഒന്നായിക്കൊണ്ടും, വതമാൻ, നിങ്ങൾക്കൊരു പ്രത്യാശയായിക്കൊണ്ടും. മിന്നൽ പേടിപ്പെടുത്തുന്നതാണ്, ഓക്കെ, പേടിയുണ്ടാകും മിന്നൽ കാണുമ്പോൾ. എന്നാൽ പ്രത്യാശ എന്താണ്? മിന്നലടിക്കുമ്പോൾ മിന്നലിൻ്റെ കൂടെ മഴയും പെയ്യുമല്ലോ എന്നൊരു പ്രത്യാശയും, അല്ലേ? അതും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണ്. പിന്നെയോ വയുനസ്സിലു മിനസ് സമാഇ മാഅൻ, പിന്നീട് അവൻ ആകാശത്തു നിന്നും വെള്ളം ഇറക്കുകയും ചെയ്യുന്നു, മീൻസ് ആകാശത്തു നിന്നും മഴ പെയ്യിക്കുന്നു. ഫയുഹി ബിഹി, എന്നിട്ട് അതുകൊണ്ട് ജീവിപ്പിക്കുന്നു, അൽ അർള, ഭൂമിയെ, ബഅദ മൗതിഹ, അതിൻ്റെ മരണത്തിന് ശേഷം. അതായത് ഭൂമിയിലുള്ള വിളകളും മറ്റു സസ്യജാലങ്ങളുമൊക്കെ വറ്റി വരണ്ട് ഉണങ്ങിക്കരിഞ്ഞില്ലാതായതിനു ശേഷം ആകാശത്തു നിന്നും അവൻ മഴ പെയ്യിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ആ ഉണങ്ങിയ സസ്യങ്ങൾ വീണ്ടും മുളച്ച് വരികയാണല്ലേ, പുതിയ സസ്യങ്ങൾ മുളച്ച് വന്ന് ഭൂമി ജീവനുള്ളതാവുകയാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ, അതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ തഖൂമ സമാഉ വൽ അർളു ബി അംരിഹി, ആകാശവും ഭൂമിയും അവൻ്റെ കൽപ്പനയാൽ നിലനിൽക്കുന്നു എന്നത്. സുമ്മ, ആകാശവും ഭൂമിയും, ആകാശഗോളങ്ങളും ഭൂമിയും മറ്റു ആകാശഗോളങ്ങളുമൊക്കെ നിലനിന്നു പോരുന്നു, ബി അംറിഹി, അവൻ്റെ കൽപ്പന പ്രകാരം നിലനിന്നു വരുന്നു എന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സുമ്മ ഇദാ ദഅാക്കും, പിന്നെ അവൻ നിങ്ങളെ വിളിച്ചാൽ, ദഅവതൻ, അവൻ നിങ്ങളെ ഒരു വിളിച്ചാൽ, മിനൽ അർളി ഇദാ അൻതും തഖ്റുജൂ, നിങ്ങൾ ഭൂമിയിൽ നിന്നും പുറപ്പെട്ടു വരികയാണ്. അതായത് നമ്മുടെയൊക്കെ മരണത്തിന് ശേഷം ഖിയാമത്ത് നാളിലേക്ക് അവൻ വിളിച്ചാൽ നിങ്ങൾ ഭൂമിയിൽ നിന്നും വീണ്ടും പുറപ്പെട്ടു വരും. ഇതൊക്കെയാണ് ഈ ആയത്തുകളുടെ ആശയങ്ങൾ. സൂറത്ത് റൂമിലെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ്. വാക്കർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ബഷർ മീൻസ് ഇൻസാൻ, മവദ്ദത്ത് മഹബത്ത് സ്നേഹം, ഇഖ്തിലാഫ്
തനവു വ്യത്യസ്തത, അൽസിനത്ത് ലിസാൻ ഭാഷ, അൽവാൻ നിറം, മനാം നൗം ഉറക്കം. ഇനി ഹൗഫൻ വത്തമഅൻ ഇബ്തിഗാ റഗ്ബത്ത് വതലബ്. ഹൗഫൻ വത്തമ, ഹൗഫൻ മിൻ ലററിൽ ബർക്കി വത്തമ മിൻ നഫഇൽ മത്തരി. മിന്നലിൻ്റെ ഉപദ്രവങ്ങളോടുള്ള പേടിയും അതേപോലെ മഴയുടെ ഉപകാരം കൊണ്ടുള്ള പ്രത്യാശയും. അക്മിൽ അൽ ഫറാഖ ബിൽ കലിമാത്തിൽ മുനാസിബത്ത് മിൻ അന്നസ്. പാഠഭാഗത്തു നിന്നും ഉള്ള അനുയോജ്യമായ വാക്കുകൾ കൊണ്ട് പൂരിപ്പിക്കാം. ആയത്ത് പൂരിപ്പിക്കാനാണ് ഇത്. പൂരിപ്പിച്ച് നോക്കുക. മആനി അൽ ആയാത്ത്, ആയാത്തുകളുടെ അർത്ഥങ്ങൾ, ആശയം ഇവിടെ കൊടുത്തിരിക്കുന്നു. വായിച്ചു നോക്കാം. യദുല്ലു ഖൽഖുൽ ഇൻസാനി, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അറിയിക്കുന്നു. മിന തുറാബി, മനുഷ്യൻ്റെ മണ്ണിൽ നിന്നുള്ള സൃഷ്ടിപ്പ് അറിയിക്കുന്നു. വൻതിഷാറുൽ മുജ്തമഇ ഫിൽ അർളി, ഭൂമിയിൽ സമൂഹങ്ങൾ വ്യാപിക്കുന്നതും അലാ ഖുദ്റത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയിക്കുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പും ഭൂമിയിലേക്കുള്ള മനുഷ്യൻ്റെ വ്യാപനവും അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയിക്കുന്നു. വമിൻ ദലാഇലി ഖുദ്റത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ് ഖൽഖുൽ അസ്വാജി ലക്കും സക്കീനത്തൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളെ സക്കീനത്തായിക്കൊണ്ട് സമാധാനത്തിനുള്ള സക്കീനത്തൽ ഐശി, സമാധാനപൂർവമായ ജീവിതമായിക്കൊണ്ട് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചു തന്നതും അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ്. വൈൽക്കാൽ മഹബത്തി വ റഹ്മത്തി ബൈനക്കും, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുതന്നതും അവൻ്റെ ഖുദ്റത്തിൻ്റെ തെളിവാണ്. വഹാദ ദലീൽ ലി ഖൗമി യതഫക്കറുൻ, ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു തെളിവാണ്. വമിൻ ആയാത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് ഖൽഖു സമാവാത്തി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും. വതനവ്വു ലുഗാത്തി വൽ അൽവാനി ഫീക്കും, നിങ്ങളിലുള്ള ഭാഷകളുടെയും വർണ്ണങ്ങളുടെയും വൈവിധ്യവും, അതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വഹാദ ദലീലുൻ ലിൽ ആലമീൻ, ഇതും ലിൽ ആലിമീൻ, അറിവുള്ളവർക്ക് ഒരു തെളിവാണ്. വമിൻഹ നൗമുക്കും ഫിൽ ലൈലി വൻ നഹാരി, രാവും പകലുമുള്ള നിങ്ങളുടെ ഉറക്കവും ആ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വതലബുക്കും അർറിസ്ഖ മിൻ ഫളില്ലാഹി തആല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നുള്ള നിങ്ങളുടെ ഉപജീവനത്തിനുള്ള തേട്ടവും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വതലബുക്കും അർറിസ്ഖ, ഉപജീവനത്തിനുള്ള നിങ്ങളുടെ തേട്ടം. വഹാദ അയ്ളൻ ദലീലുൻ ലില്ലദീന യസ്മഊന കലാം അല്ലാഹി തആല, അള്ളാഹുവിൻ്റെ കലാം കേൾക്കുന്നവർക്കുള്ള ഒരു തെളിവാണിതും. വമിൻഹ അന്നഹു യുദ്ഹിറു ലക്കുമുൽ ബർക ഖൗഫൻ, അതിൽപ്പെട്ടതാണ് അവൻ നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്നതായിക്കൊണ്ടു മിന്നലിനെ കാണിച്ചു തരുന്നു എന്നതും. പേടിപ്പെടുത്തുന്നതായിക്കൊണ്ടും തൊമാൻ, പ്രത്യാശ തരുന്നതായിക്കൊണ്ടും. വയുനസ്സിൽ മിന സമാഇൽ മത്തറ നഫ്അൻ ലക്കും, പിന്നെയോ ആകാശത്തു നിന്നും മഴയെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഇറക്കിത്തരുന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വയുഹി അൽ അർൽ ജദ്ബത്ത്, അങ്ങനെ തരിശായി കിടക്കുന്ന ഭൂമിയെ ജീവിപ്പിക്കുന്നതും ബിൽ മത്തരി, ഈ മഴ കൊണ്ട്. വഹാദ അയ്ളൻ ദലീലുൽ ആഖിലീൻ, ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതും ദൃഷ്ടാന്തമാണ്. എന്തിനുള്ള ദൃഷ്ടാന്തമാണ്? അലൽ ബാസി, പുനരുജ്ജീവനത്തിനുള്ള, ഖിയാമത്ത് നാളിലേക്ക് പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നതിനുള്ളൊരു ദൃഷ്ടാന്തമാണ് ഇത്. വമിനായാതിഹി അയ്ളൻ, അവൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് ഖിയാമു സമാ വൽ അർളി, ആകാശങ്ങളും ഭൂമികളുമൊക്കെ, ആകാശഗോളങ്ങളും ഭൂമികളുമൊക്കെ നിലനിൽക്കുന്നു എന്നത്. മുഅ്തദിലൻ, പരസ്പരം തട്ടാതെ മുട്ടാതെ ബാലൻസ് ചെയ്തുകൊണ്ട് എല്ലാം അതിൻ്റെ പദങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഹസബ അംരിഹി തആല, അവൻ്റെ കൽപ്പനപ്രകാരം, വൈറാദത്തിഹി, അവൻ്റെ ഉദ്ദേശപ്രകാരം സഞ്ചരിക്കുന്നു എന്നത്. വൈദാ ഹാന മൗഇദു ഖുറൂജിക്കും, അങ്ങനെ നിങ്ങളുടെ പുറപ്പെടലിൻ്റെ സമയമായാൽ ഫഅൻതും തഖ്റുജൂന അയ്ളൻ ബി അംരിഹി, നിങ്ങൾ അവൻ്റെ കൽപ്പനപ്രകാരം ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ് ഖിയാമത്ത് നാളിലേക്ക്. അൽ ഫഹ്മു വൽ ഇസ്തിആബ്, കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഇവയുടെയൊക്കെ ഉത്തരം എഴുതുക. മിമ്മ ഖലഖന അല്ലാഹു തആല, അള്ളാഹു നമ്മെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? ഉത്തരം ഖലഖന അല്ലാഹു തആല മിന തുറാബി, മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മാ അസാസുൽ ഹയാത്തി സൗജിയത്തി, വൈവാഹിക ജീവിതത്തിൻ്റെ അടിത്തറ എന്താണ്? അസാസുൽ ഹയാത്തി സൗജിയത്തി ഹിയ അസക്കീനത്തു, സമാധാനമാണ് അല്ലേ. വൽ മഹബത്ത് വർ റഹ്മത്ത്, സമാധാനവും സ്നേഹവും കാരുണ്യവും ഒക്കെയാണ്. മാ ഗർലു ഖൽഖിൽ അസ്വാജി, അസ്വാജായിട്ട് ഇണകളായി സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? വഹുവ അൻ തഐഷു, നിങ്ങൾ ജീവിക്കലാണ്. എങ്ങനെ? ബിസക്കീനത്തി, സമാധാനപൂർവ്വം ജീവിക്കുന്നതാണ് അതിൻ്റെ ലക്ഷ്യം അല്ലേ. ഇണകളായി സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം ഇവിടെ പറഞ്ഞത് അൻ തഐഷു ബിസക്കീനത്തി, നിങ്ങൾ സമാധാനപൂർവ്വം ജീവിക്കലാണ്. കൈഫ യുഹീല്ലാഹുൽ അർള ബഅദ മൗതിഹ, അള്ളാഹു എങ്ങനെയാണ് ഭൂമിയെ അതിൻ്റെ മരണത്തിന് ശേഷം ജീവിപ്പിക്കുന്നത്? യുഹില്ലാഹു
അല്ലാർല ബദമോത്തിഹ ബിൽ മത്തരി, മഴ കൊണ്ടാണ് ജീവിപ്പിക്കുന്നത്. മാഹി ആയത്തുല്ലാഹിൽ മദ്കൂറത്ത് ഫിന്നസ്, പടഭാഗത്ത് അള്ളാഹു ഇവിടെ പറഞ്ഞ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ്? ദൃഷ്ടാന്തങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടല്ലേ, അതെല്ലാം. റാജിയൽ ഖുർആൻ പരിശോധിക്കുക. വസ്തഖ്രിജ് ആയാത്തില്ലാഹി ഫിഹി അനിൽ അർളി വസ്സമായി, ആകാശത്തെയും ഭൂമിയെയും കുറിച്ച് പറയുന്ന ആയത്തുകൾ അതിൽ നിന്നും ഖുർആനിൽ നിന്നും കണ്ടെത്തുക. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അസമാനെയും അർളിനെയും കുറിച്ചുള്ള ആയത്തുകൾ മുഴുവൻ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ പാഠം പഠിക്കാം.